ഓടാനും ചാടാനും ശീലിച്ചു. എഴുതി തുടങ്ങിയ കാലത്ത് ഒരു ദിവസം എന്നെ പ്രശസ്തനായ എഴുത്തുകാരനാണ്. 69-ലായിരുന്നു. എനിക്ക് 20 വയസ്സേ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം എഴുതി കാണുന്നത് 61-ലാണ്. 61, 62 അറിയില്ല. അന്ന് ഞാൻ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. പള്ളിയുടെ സ്കൂളിൽ ഒരു വിപുലമായ സാഹിത്യ യോഗം സമ്മേളനം നടക്കുന്നുണ്ട്. മലയാള സാഹിത്യത്തിലെ മഹാരഥന്മാരൊക്കെ അവിടെ ഒത്തുചേർന്നിരുന്നു. എംടിയുടെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു. എൻ്റെ അടുത്ത് വരുന്ന അധ്യാപകൻ എന്നെ തോന്നിയിട്ട് പറഞ്ഞു, ഇനി സംസാരിക്കുന്നത് എംടിയാണ്. ഇന്ന് മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ നോവലിസ്റ്റാണ് രാധാകൃഷ്ണൻ, പറയുന്നത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. എംടിയുടെ ശബ്ദം വളരെ ശ്രദ്ധേയമായി തോന്നി. പക്ഷേ എനിക്ക് വെള്ളത്തിൽ ശരിക്ക് കേൾക്കാൻ കഴിഞ്ഞു. 62-ലായിരുന്നു. പിന്നെ 69-ൽ ഞാൻ ലണ്ടനിൽ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഞാൻ ഓർക്കുന്നു, മാതൃഭൂമി എനിക്കൊരു ലേഖനം അയച്ചു. ഉടനെ എനിക്കൊരു കത്ത് വന്നു, രാധാകൃഷ്ണൻ അത് പ്രസിദ്ധീകരിക്കാൻ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിലൊരു നാഴികക്കല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ചില കടപ്പാടുകൾ നമുക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. എനിക്കോടുള്ള കടപ്പാട് അങ്ങനെയാണ്. പിന്നെയും പലരും ഞാൻ എത്തി കണ്ടു. ബോംബെ 74-ല് അന്ന് നിർമ്മാല്യത്തിനാണ് ഗോൾഡ് മെഡൽ കിട്ടിയ സമയമായിരുന്നു. എംടി നിർമ്മാല്യ ഗ്രൂപ്പുമായിട്ട് വടാലയിൽ വന്നു. വടാലയിലെ മലയാളികൾ ഒരു ഗംഭീര സ്വീകരണം എംടിക്ക് നൽകി. അന്ന് എംടിയുടെ കൂടെ PJ ആന്റണി ഉണ്ടായിരുന്നു. വെളിച്ചപ്പാടായ ശ്രദ്ധേയനായ PJ ആന്റണി ഉണ്ടായിരുന്നു. ആന്റണി വെറും ഉണ്ടായിരുന്നു, ബനിയനോ ഷർട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഉന്മത്തനായിരുന്നു. അന്ന് ഞാൻ ഒരു സ്റ്റേജിൽ കയറി എംടിയെ കണ്ടു. അന്ന് കാണാനൊരു കാരണമുണ്ടായിരുന്നു. എംടിയുടെ മഞ്ഞ് ഇംഗ്ലീഷിലേക്ക് വിമർത്തനം ചെയ്തിരുന്നു. ആ വിമർത്തനത്തെ കുറിച്ച് ഞാൻ ബോംബെ ഫിനാൻഷ്യൽ എക്സ്പ്രസ്സിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. അത് ഞാൻ എംടിയെ കാണിക്കണം എന്ന രീതിയിൽ കയറി കാണിച്ചു. എംടിക്ക് വളരെ സന്തോഷമായി. അങ്ങനെ പിന്നെ ഞാൻ ഓർക്കുന്നു, ഒരിക്കലും മാതൃഭൂമി ഓഫീസിൽ വെച്ച്, കോഴിക്കോട് വെച്ച് ഒരു വൈകുന്നേരത്തിന് എന്തെന്നില്ലാത്തൊരു സൗകര്യം ഉണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എംടി വളരെ സുന്ദരനായിട്ട് കാണുന്നു. എംടിയുടെ മാതൃഭൂമിയിലെ ഓഫീസിൽ ക്യാബിനിൽ വെച്ചിട്ടാണ് ഞാൻ കണ്ടത്. ഒരു നീല ഷർട്ട് എംടിക്ക് വളരെ ചേർന്നതുപോലെ തോന്നി. അങ്ങനെ എംടി പലതും സംസാരിച്ചു. പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് എന്നോട് ചോദിച്ചു, ഇപ്പോൾ രാധാകൃഷ്ണൻ എഴുതുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ ചോദ്യം വളരെ ശ്രദ്ധയായിട്ടുണ്ട്. നമുക്ക് ബഷീറിനെ കുറിച്ച് ചില കുറിപ്പുകൾ തയ്യാറാക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞു. പിന്നെ കുറച്ച് പുസ്തകങ്ങൾ റിവ്യൂ ചെയ്യാൻ തന്നു. അങ്ങനെ വളരെ നല്ല രീതിയിൽ ഞങ്ങൾ പിരിഞ്ഞു. ആ കൂടിക്കാഴ്ച എഴുതുന്നില്ലാത്ത സന്തോഷം നൽകി. എനിക്കത് എനിക്ക് ആഘോഷിക്കണം തോന്നി. അന്ന് തന്നെ എവിടെയെങ്കിലും വെച്ചാൽ അത് ആഘോഷിക്കണം തോന്നി. ഞാൻ വരുന്ന വഴിക്ക് മാഹിയിലിറങ്ങി പാണ്ടിച്ചേരി വട്ട ചാരായ എംടി ആഘോഷിക്കാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് അവസാനമായിട്ട് പാണ്ടിച്ചേരി ചാരായം കുറിച്ചായി എംടി ആയിരുന്നു എല്ലാവർക്കും നിമിത്തം. അപ്പം ഞാൻ ഓർക്കുന്നത് എൻ്റെ ജീവിതത്തിൽ വലിയ സംഭവമായിരുന്നു. പിന്നെ എനിക്ക് ഓർക്കുന്നു, പിന്നെ കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞ് വീണ്ടും മാതൃഭൂമി ഓഫീസിൽ വെച്ച് എംടി കണ്ടു. അന്ന് എൻ്റെ കയ്യിൽ കയ്യെഴുത്ത് ബുദ്ധിയുണ്ടായിരുന്നു. ഞാൻ പിന്നീട് എഴുതിയ പ്രണയം ജീവിത മരണം എന്ന പുസ്തകത്തിൻ്റെ കയ്യെഴുത്ത് ബുദ്ധിയുണ്ടായിരുന്നു. അത് എംടി കാണിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുപോയത്. എനിക്കോട് വായിച്ചു നോക്കണം എന്ന് പറഞ്ഞു. പിന്നെ മാസങ്ങൾക്ക് ശേഷം ഞാൻ എംടിയുടെ അടുത്ത് പോയി ഞാൻ തിരിച്ചു വാങ്ങിച്ചു. എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. സാധാരണ രീതിയിൽ വാചാലതയോട് സംസാരിക്കാത്ത എംടി അന്ന് വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞു, ആ ലേഖനം ആ പുസ്തകം വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് കൂടിക്കാഴ്ചകൾ ഉണ്ടായിരുന്നു എംടി ആയിട്ട്. അപ്പം മലയാളി മനസ്സിനെ സംബന്ധിച്ചിടത്തോളം എംടിയുടെ സാന്നിധ്യം ഒരു വലിയ സുഹൃത്തായിരുന്നു. ഏതാണ്ട് 6 ദശകങ്ങളോളം നീണ്ടുനിന്ന എഴുത്തിൻ്റെ സുഹൃത്തമായിരുന്നു. എംടിയുടെ കല എന്ന് പറയുന്നത് ആത്മഭ്രഷ്ടരുടെ കലയാണ്. ആരാണ് ആത്മഭ്രഷ്ടർ? ജീവിതത്തിൽ നിന്ന് ഒറ്റപ്പെട്ടവരാണ്, പ്രധാന ധാരയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരാണ്, ഏകാഗികളാണ്, അന്യരാണ്. അന്യവൽക്കൃത മനസ്സിൻ്റെ ഒന്നാന്തര ഉദാഹരണമാണ് എംടിയുടെ കഥാപാത്രം. അത് ഭീമനോടെത്തി